അസ്സലാമു അലൈക്കും. എന്താണ് എല്ലാവരുടെ വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നുണ്ട്. ഇന്നൊരു സന്തോഷമുള്ളൊരു നിമിഷമുണ്ടേ നമുക്കെല്ലാവർക്കും. കേരളമെമ്പാടും അബ്ദുറഹീമിന് വേണ്ടിയിട്ട് എല്ലാവരും പൊരുതി ജയിച്ചൊരു ദിവസമാണ്. അപ്പോൾ നമ്മൾ മലയാളികളോട് എന്ത് പറയണം എന്നൊന്നും അറിയണില്ല അല്ലേ? നമ്മൾ എത്രയും സന്തോഷത്തിലാണ്. ഇത് പറയുമ്പോൾ ഞാൻ ആകെ കോരിത്തെരിച്ചു കണ്ടാണ് സംസാരിക്കുന്നത്. കാരണം അത്രയും സന്തോഷമുണ്ട്. ഒരു ഉമ്മാൻ്റെ കണ്ണീരിന് ഇന്ന് വിലയുണ്ടായി അല്ലേ? അപ്പോൾ അതാണ് നമ്മളെ മലയാളികൾ വിചാരിച്ചാൽ എന്തും നടക്കും. ആ ഉമ്മാൻ്റെ കണ്ണീര് പടച്ച റബ്ബ് കേട്ടു എന്ന് തന്നെ പറയാം. അപ്പോൾ അതുപോലെ നമ്മളെ ബാച്ചയുടെ സഹായവും എല്ലാവരും ഒരുപാട് എല്ലാവരോടും നന്ദി പറയാണ്. കാരണം എന്താ പറയുക, ഭയങ്കര സന്തോഷമുണ്ട്. അവർക്ക് ആ ഒരു വിഷമവും പ്രയാസങ്ങളും എത്രയാണ് ആ ഉമ്മ 18 വർഷമായി അനുഭവിക്കണം. ഇപ്പോൾ ആ ഉമ്മാൻ്റെ സന്തോഷം കാണണം. ഞാൻ ഇതിൻ്റെ കൂടെ ഒരു വീഡിയോ ആഡ് ചെയ്യട്ടോ, അതൊന്ന് കാണിട്ടോ ആദ്യങ്ങൾ. നിങ്ങൾ ആ ഉമ്മാൻ്റെ സന്തോഷം കണ്ട കൂട്ടുകാരെ, നമുക്ക് തന്നെ എന്തായാലേ നമ്മളെ കണ്ണെന്നെ അറിയാണ്ട് നിറഞ്ഞു പോകും, അത് ഉറപ്പാണ്. ഇത്രയും വർഷം ആ ഉമ്മ കണ്ണീര് ഒലിച്ചതിന് ഒരു കണക്കും ഒന്നുമില്ല. ആ ഉമ്മ എത്രത്തോളം വിഷമിച്ചു എന്നുള്ളത് ആ ഉമ്മാക്കും പഠിച്ച റബ്ബിനെ അറിയുള്ളൂ. കാണുമ്പോൾ നമുക്കും മനസ്സിലാവും. പക്ഷേ ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും അത്രയും സഹിച്ച് ആ ഉമ്മാൻ്റെ പ്രാർത്ഥനയ്ക്ക് ഒരു ഫലം ഉണ്ടായി. അത് നമ്മളെല്ലാവരും കാരണം. അതുപോലെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് ബാച്ച പറയുന്ന ഒരു വീഡിയോ ഞാൻ ഇതിൽ ആഡ് ചെയ്യാം. ബാച്ച പറയുന്നുണ്ട്, ഒരു നാട്ടിലെത്തിയതിന് ശേഷം അവർക്ക് കട ഇട്ട് കൊടുക്കും. അതൊക്കെ നല്ലൊരു മനസ്സുള്ളത് കൊണ്ടാണ്. അപ്പോൾ എന്താ പറയുക, ഒന്നും പറയാൻ കിട്ടുന്നില്ല. അപ്പോൾ എല്ലാവരും റഹീം ഖാൻ എല്ലാവരും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എൻ്റെ വാക്കിലും എൻ്റെ കുടുംബത്തിൻ്റെ വാക്കിലും നന്ദി പറയാണ്. ഇനിയും എന്താ പറയുക, ഇതുപോലെ ഓരോരുത്തർക്കും ഓരോരോ പ്രശ്നങ്ങളും എല്ലാം ഉണ്ടാവും. നമുക്കെല്ലാവർക്കും ഒറ്റക്കെട്ടായിട്ട് എല്ലാം ഇൻഷാ അല്ലാഹ് എല്ലാം ശരിയാക്കണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇത്രയുള്ളൊരു ചെറിയൊരു വീഡിയോ ഉള്ളൂ. ഇതൊരു കണ്ടൻറ്റായിട്ട് എടുക്കല്ല. ഇത് എൻ്റെ വീഡിയോയിൽ പറയണം, എൻ്റെ യൂട്യൂബ് ചാനലിലൊന്ന് പറയണം. ഈ സന്തോഷം എല്ലാവരോടും പറയണം എന്നുള്ളതുകൊണ്ട് വന്നതാണ്, അല്ലാണ്ട് കണ്ടൻറ്റായിട്ട് ഒരിക്കലും വന്നതല്ല. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇനിയും ഒരുപാട് വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരോടും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. ഒരു കാര്യം കൂടെ, ഞാൻ ബാച്ച പറയുന്ന വീഡിയോ ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരോടും ബൈ. എനിക്ക് ഈ 2 വീഡിയോയിലും ഓൺ വോയിസ് കൊടുക്കാൻ കാരണമുള്ളതുകൊണ്ടാട്ടോ ഓൺ വോയിസ് കൊടുത്തത്. എന്താ വെച്ചാൽ കോപ്പിറൈറ്റിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.